എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് BJP നേതൃത്വത്തോടാണ്. നിങ്ങൾ നന്നായി ഇരുന്ന് ചിന്തിച്ച്, ഇരുന്നോ കിടന്നോ ഉറങ്ങിയൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കണം. രമേഷ് പിഷാരടി, അതായത് UDFൻ്റെ സ്ഥാനാർത്ഥി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലയായ പാലക്കാട് ജില്ലയിൽ രമേഷ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് വേണ്ടി വന്നപ്പോൾ BJPയുടെ നേതാക്കന്മാരെന്ന് പറയാക്കത്തില്ല, വനിതാ വിഭാഗം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമായിട്ട് അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞു. ഇത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആദ്യം ഗ്രൗണ്ട് സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. BJPക്ക് നോർത്ത് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വോട്ടുകൾ കിട്ടും, സീറ്റുകൾ കിട്ടും. ഇത് സത്യം തന്നെ, അതിൽ സംശയമൊന്നുമില്ല. കാരണം 1000 ഹിന്ദുവിന് അല്ലെങ്കിൽ 2000 ഹിന്ദുവിന് ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിയുമാണ് വരുന്നത്. എന്നാൽ കേരളത്തിലെ സ്ഥിതി നേരെ തിരിച്ചാണ്. അതായത് തിരിച്ചെന്ന് പറയാക്കത്തില്ല. 2000 ഹിന്ദു വരുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ 100 ഹിന്ദുവിന് 50 മുതൽ 55 വരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടെ ചേർന്ന് വരും. അതായത് 28% മേളിൽ മുസ്ലിങ്ങളും 19% മേളിൽ ക്രിസ്ത്യാനികളും കേരളത്തിലുണ്ട്. ഈ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ക്രിസ്ത്യനും മുസ്ലിമും കൂടെ ചേർന്ന ഏകദേശം 45% മേളിൽ ഭൂരിപക്ഷമാകും. ഒരു 7% നിരീശ്വരവാദികളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും മറ്റു മതക്കാരും വരും. അപ്പോൾ എത്ര 52% മേളിലായി. ബാക്കി 45% മാത്രമേ കേരളത്തിൽ ഹിന്ദുസ് ഉള്ളെന്ന് ആദ്യം BJP മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. BJPക്ക് എന്തെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 സീറ്റ് അല്ലെങ്കിൽ ഒരു 30 സീറ്റ് മേടിക്കണമെങ്കിൽ അതിന് നിശ്ചയമായിട്ടും ക്രിസ്ത്യൻ്റെയും മുസ്ലിമിൻ്റെയും പിന്തുണ ആവശ്യമുണ്ട്. അവരുടെ വോട്ട് ആവശ്യമുണ്ട്. അതാണ് സത്യം. ആ സത്യം BJP നേതാക്കന്മാർ ഇനിയെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. പാലക്കാട് നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ വാർത്തകളിൽ നിന്ന് അറിയാൻ എനിക്ക് സാധിച്ചത്, ശോഭാ സുരേന്ദ്രന് എതിരായി പ്രവർത്തിക്കുന്ന BJPയിലുള്ള വിഭാഗക്കാർ തന്നെ ചെയ്ത പണിയായിട്ടാണ്. അതായത് മകൻ്റെ കണ്ണി കുത്തിയിട്ടായാലും മരുമകളുടെ കണ്ണുനീര് കാണണം എന്നുള്ളൊരു നിലപാട്. ആ ഒരു നിലപാടുള്ള ചില രാഷ്ട്രീയ നേതൃനിരയായ ആണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വാർത്തകളിൽ നിന്ന്. സത്യാവസ്ഥ എനിക്കറിയില്ല. ഇനി ശോഭാ സുരേന്ദ്രൻ, രമേഷ് പിഷാരടി അവിടെ വന്ന് കൂടുതൽ പ്രചാരണം നടത്തിയാൽ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ രമേഷ് പിഷാരടിയുടെ വോട്ടിൻ്റെ ലീഡിങ് കൂടുമെന്നോ ഭയന്നിട്ടോ ചെയ്തതാണോന്ന് എനിക്കറിയില്ല. സത്യം ദൈവത്തിനെ അറിയത്തുള്ളൂ. രണ്ടായാലും ശരിയാണ്. ഇത് രമേഷ് പിഷാരടിക്ക് വലിയൊരു കുതിച്ചു ചാട്ടവും ശോഭാ സുരേന്ദ്രന് വളരെ ഒരു തിരിച്ചടിയുമായിട്ട് മാറിയിട്ടുണ്ട്. 5000 മുതൽ 15000 സീറ്റ് വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള പിഷാരടിയെ 25000 മുതൽ 35000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയിലേക്ക് ഒരുക്കി കൊടുത്തു. ആരാ ഒരുക്കി കൊടുത്ത? BJP എന്ന് പറഞ്ഞ പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ. അത് വലിയ നേതാക്കന്മാരൊന്നുമല്ല. ഞാൻ അറിഞ്ഞിടത്തോളം അത് ലോക്കൽ നേതാക്കന്മാർ തന്നെ. എവിടെയും പ്രശ്നം ഉണ്ടാക്കുന്ന ലോക്കൽ നേതാക്കന്മാർ തന്നെ. ഒരു പ്രശ്നമോ ഒരു കലാപമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു തടസ്സമോ സൃഷ്ടിക്കുന്നതിന് മുന്നേ അതാത് ജില്ലകളിലെ പ്രസിഡൻറ്റുമാരെ, നേതാക്കന്മാരെ അറിയിക്കണ്ടേ? മുതിർന്ന നേതാക്കന്മാർ അറിഞ്ഞിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. തുടർന്നുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ ആയിരിക്കട്ടെ. നേതാക്കന്മാരൊക്കെ അറിഞ്ഞ് അത് പ്രതിഷേധം എത്രത്തോളം വ്യാപിക്കുമെന്നും അത് എത്രത്തോളം സ്വന്തം പാർട്ടിയെ ബാധിക്കുമെന്നും സ്വന്തം പാർട്ടിക്ക് അത് എത്രത്തോളം വിനാശകരവും അല്ലെങ്കിൽ എത്രത്തോളം ഉയർച്ചയും നൽകുമെന്ന് ചിന്തിച്ചിട്ട് വേണം
ഓരോ പ്രക്ഷോഭങ്ങൾക്കും ഓരോ പ്രതിഷേധങ്ങൾക്കും ഓരോ വഴിതടയലിനും നേതാക്കന്മാർ ആഹ്വാനം ചെയ്യാനും അതിന് അംഗീകാരം കൊടുക്കുവാനും. ഓക്കെ.